നാട്ടുനന്മകൾ ഏറെയുള്ള മാനുഷിക ബന്ധത്തിന് സൗഹൃദങ്ങൾക്ക് ചുമർചിത്രങ്ങൾ തൊങ്ങലുകൾ ചാർത്തുന്ന തൊടീക്കളം എന്ന ഗ്രാമത്തിൽ നിന്നും ഡൽഹി എന്ന വിശാലമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു പട്ടണത്തിലേക്ക് ചേക്കേറപ്പെട്ട ഒരു മലയാളി, മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വം, രാഷ്ട്രീയ അന്തർദേശീയ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഒരുപാട് വഹിക്കുന്ന കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകം ശ്രീ KN ജയരാജൻ, മലയാളികളുടെ പ്രിയപ്പെട്ട ജയേട്ടൻ. അദ്ദേഹം സഞ്ചരിച്ച വഴികളിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാം. ഏറെ സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ സ്വാഗതം. താങ്ക് യു. ചേട്ടാ, തൊടീക്കളം എന്ന ഈ ഒരു ഗ്രാമം കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത്, ഈ ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള പറിച്ചുനടൽ അത് എപ്പോഴായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? ഞാൻ 1977 തൊടീക്കളം വിട്ടത്. അതിനുശേഷം ഞാൻ ഡിഫൻസിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ പോയി അവിടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും ഹോം മിനിസ്ട്രിയിലും ഒക്കെ ജോലി ചെയ്തു. അതിനുശേഷം 95 അവിടെ നിന്നും വിട്ടു, പ്രീമേച്ചർ എടുത്ത് വിട്ടു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയമായിരുന്നു. നാട്ടിൽ പഠിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും ഡൽഹിയിലെത്തിയതിന് ശേഷം അത് കൂടുതൽ തീവ്രതയിലേക്ക് പോയി. അങ്ങനെ 1995 ഞാൻ സർവീസിൽ നിന്നും പ്രീമേച്ചർ റിട്ടയർമെൻ്റ് എടുത്തു, രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. ഡൽഹി എന്ന നഗരത്തിലുള്ള, അറിയാം നിങ്ങൾക്കൊക്കെ, ഡൽഹി എന്ന നഗരം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട പല നേതാക്കളുള്ള സ്ഥലമാണ്. ആ കാലഘട്ടത്തിൽ വാസുദേവ ശർമ്മ ഉണ്ടായിരുന്നു അവിടെ, പിന്നെ CM സ്റ്റീഫൻ ഉണ്ടായിരുന്നു, മറ്റ് പല കേരളത്തിൽ നിന്ന് K കരുണാകരൻ, AK ആന്റണി തുടങ്ങിയ നേതാക്കളൊക്കെയുള്ള അല്ലെങ്കിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെയാണ് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായും എല്ലാവരെയും ഒരേപോലെ കാണാൻ മനസ്സുള്ള ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം, എനിക്ക് ശക്തമായ രാഷ്ട്രീയമുണ്ട്, ഐഡിയോളജി. ആ ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയക്കാരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഒരുപാട് കറക്റ്റാണ്. നമുക്ക് അറിയാം, ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരെ മനുഷ്യരായി കണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജയേട്ടൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നത് അച്ഛന്റെ ആ ഒരു സ്വാധീനം തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഏറെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി നമ്പ്യാർ സാറിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പൈതൃകം എന്തായാലും പിൻപറ്റുമെന്നുള്ളത് വാസ്തവമാണ്. ജയേട്ടന്റെ ജീവിതത്തിൽ അച്ഛൻ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്പ്യാർ സാറിനെ പറ്റി കൂടുതൽ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമല്ല, ഒരു അധ്യാപകനും കൂടെ ആയിരുന്നു, അല്ലെ? അതുപോലെ തന്നെ വയനാട് വരെയൊക്കെ കാൽനടയായിട്ട് യാത്ര ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടുന്ന ഒരു സമയത്ത് അദ്ദേഹം ഓൾറെഡി അധ്യാപനത്തിൽ ഒരു ശമ്പളം കിട്ടുന്നത് കൊണ്ട് പെൻഷൻ സ്വീകരിക്കാൻ പോലും വിസമ്മതിച്ച ഒരു മനുഷ്യൻ. അത്രയ്ക്ക് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്പ്യാർ സാർ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ചേട്ടാ ഒന്ന് വിശദീകരിക്കാം, ആ ഒരു സാഹചര്യം? പണ്ട് കാലത്ത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പല സ്ഥലത്തും അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചൂടിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പല സ്ഥലത്തും നടന്നുപോയി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ വയനാട്ടിലൊക്കെ കാൽനടയായി പോയി. അന്ന് ജനചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. MB വീരേന്ദ്രകുമാറിൻ്റെ ഒരു ബന്ധുവാണ്. ജനചന്ദ്രനൊക്കെ പോയി കാണാനും അവിടെ മീറ്റിംഗ് കൂടാനും നടന്ന് രാത്രി കാലങ്ങളിലൊക്കെ നടന്നു പോയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു. അതുമാത്രമല്ല, പല ആളുകളെയും സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തലശ്ശേരി താലൂക്ക് ഓർഗനൈസിങ് ഓഫീസറായി EMS എന്ന സെക്രട്ടറി ആയിരുന്നു KPCCയുടെ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചത് EMS ആയിരുന്നു. അതിൻ്റെ ബുക്കുണ്ട്, ആ ബുക്ക് പോലും ഇതൊക്കെ ഇവിടെയുണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന അച്ഛൻ അതേ രീതിയിലായിരുന്നു ജീവിച്ചത്. അപ്പം നമ്മളോടൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു, ഒരു കാരണവശാലും തെറ്റായ വഴിയിലേക്ക് കൂടി പോകാൻ പാടില്ല, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പഠിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, ആരുടെ നിന്നും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, വളരെ കഷ്ടതകളുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കാതെ ഇല്ലായ്മ കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിലൊരു മാർഗ്ഗദർശിയാണ് അച്ഛൻ. അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും നമ്മളെയൊക്കെ പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു മാർഗമല്ല അത് എന്നെനിക്കറിയാം. പക്ഷേ അച്ഛൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട്, അച്ഛൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട്, അച്ഛൻ്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെയും ആ ഒരു പാത പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ആളുകളിൽ നിന്നുള്ള പ്രോത്സാഹനവും ബഹുമാനവും ഒക്കെ കിട്ടാറുണ്ട്.
തീർച്ചയായും ചേട്ടാ, ആ ഒരു അച്ഛന്റെ ഒരു അനുഗ്രഹവും ആ ഒരു ഗുരുത്വവും ഇന്ന് വരെ ചേട്ടന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ചേട്ടനെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അമ്മയുടെ കാര്യം പറഞ്ഞു. നമുക്കറിയാം കണ്ണൂർ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു കണ്ണൂർ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ഒരു കോട്ടയാണ് അല്ലെ, അത് പ്രത്യേകിച്ച് കൂത്തുപറമ്പ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് കോൺഗ്രസിലേക്ക് അക്കാലത്ത് ധൈര്യമായിട്ട് കാലുവെച്ച ആദ്യ വനിതയെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലെ. അമ്മ അത്രയ്ക്കൊരു ധൈര്യമുള്ള ഒരു അമ്മയായിരുന്നു. അമ്മയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട്? അമ്മയുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ കണ്ണൂരിനടുത്ത് തന്നെയുള്ള എടക്കാട് എന്ന പ്രദേശമാണ്. അമ്മയുടെ അച്ഛൻ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതിലെ എന്താണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. തഹസിൽദാർ വരെ എത്തിയ ഒരാളായിരുന്നു അന്നത്തെ കാലത്ത്, ബ്രിട്ടീഷുകാരുടെ ടൈമിൽ. പക്ഷേ അമ്മയുടെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കുറേ കാലം. അമ്മ ആ ഒരു കുടുംബത്തിൽ നിന്ന് വന്നത്, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാരമ്പര്യം അമ്മയാണ് നിലനിർത്തി പോകുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. പക്ഷേ അങ്ങനെ കോൺഗ്രസ് വന്ന അമ്മ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും അമ്മയിലേക്ക് കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അമ്മ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. വിദ്യാസമ്പന്നയായിരുന്നു. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് തുല്യമായ പരീക്ഷ എഴുതി പാസ്സായിട്ട് വിദ്യാസമ്പന്നയായൊരു അമ്മയായിരുന്നു. ഇന്നും 97 വയസ്സായി. ഇന്നും ദിവസവും പത്രങ്ങൾ വായിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആണ്. അപ്പം അതൊക്കെ അമ്മ വന്ന പാരമ്പര്യത്തിലെ കൂടി അമ്മ പോയി. അച്ഛൻ രാഷ്ട്രീയത്തിൽ വേറൊരു വഴിയിലെ കൂടി വന്നു. പക്ഷെ അച്ഛൻ നിശബ്ദനായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയത്തിലധികം പ്രവർത്തിക്കാതെ വളരെ അധ്യാപക ജോലി ചെയ്തുകൊണ്ട് സ്വന്തമായി ഇങ്ങനെ പോയൊരു ആളായിരുന്നു അച്ഛൻ. എന്നിട്ട് പോലും നമുക്ക് അച്ഛൻ പറഞ്ഞു തരേണ്ട പല കാര്യങ്ങളും ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ മറിയാതെ കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നേരായ വഴി പോകണം, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പാടുന്നൊക്കെ പറഞ്ഞ രീതികളൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വഴിക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടാ, ഈ കോൺഗ്രസിലേക്ക് ചേട്ടൻ വന്നല്ലോ, ഇത് ഏത് സമയത്ത്, കോളേജ് തലത്തിലാണോ അതോ അമ്മയുടെ പ്രവർത്തനങ്ങൾ കണ്ട്, എന്തായാലും അമ്മയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടായിരിക്കുമല്ലോ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങ് തെരഞ്ഞെടുക്കാൻ കാരണമായത്? അപ്പൊ ഏത് സമയത്താണ് ഈ കോൺഗ്രസിലേക്ക് കടന്നു വന്നത്? സ്കൂൾ തലത്തിലാണോ കോളേജ് തലത്തിലാണോ? അത് അങ്ങനെ വരാനുണ്ടായ എന്തെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ടോ? എന്നെ സ്വാധീനിച്ചത് അമ്മ തന്നെയാണ്. അമ്മ വളരെ ശക്തയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല, കോൺഗ്രസിൻ്റെ സ്വാധീനം അമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് എന്നല്ല, നമ്മുടെ വീട്ടിലെ എല്ലാ കുട്ടികൾക്കും. പക്ഷേ പലരും പല ചിന്താഗതിയുള്ള ആൾക്കാരാണ്. എങ്കിൽ പോലും അമ്മയാണ് എൻ്റെ പ്രചോദനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ സ്കൂൾ പഠിക്കുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കൂടുതൽ സജീവമായത് ഞാൻ പറഞ്ഞതുപോലെ ജോലിയിൽ നിന്ന് 95 വിട്ടതിന് ശേഷമാണ്. അതുവരെ എൻ്റെ മനസ്സിൽ കോൺഗ്രസ് എന്ന വികാരം മനസ്സിലുണ്ടെങ്കിൽ പോലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാരണം സർവീസിലിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ 95 രാഷ്ട്രീയം ഉപേക്ഷിച്ച് ശക്തമായ രീതിയിൽ ഡൽഹിയിൽ ഞാൻ വന്നു. അതിനുശേഷമാണ് എൻ്റെ കാലഘട്ടം. അവിടെ മുതലാണ് കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നേതൃസ്ഥാനത്തേക്ക് വരാനും ഒക്കെ കഴിഞ്ഞത്. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് ചേട്ടന് കിട്ടിയ സ്ഥാനം എന്തായിരുന്നു? ഞാൻ ഡൽഹിയിൽ പ്രവർത്തിച്ചു. ദിവസത്തിന് ശേഷം കോൺഗ്രസിൻ്റെ അംഗമായി അവിടെ DPCCയിൽ വന്നു. പിന്നെ എൻ്റെ പ്രവർത്തനം കണ്ട് അന്ന് ഓസ്കർ ഫെർണാണ്ടസ് ആയിരുന്നു AICCയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹമാണ് എൻ്റെ പല പ്രവർത്തനങ്ങളും പല മീറ്റിങ്ങുകളും കണ്ട് അദ്ദേഹമാണ് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതല്ല, എനിക്ക് ഇങ്ങോട്ട് എന്നോട് പറഞ്ഞ ജയരാജ് ഇവിടെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഞാൻ ആവുന്നത്. പിന്നെ അതിനേക്കാൾ ഉപരി എല്ലാ നേതാക്കളായിട്ടുള്ള ബന്ധം, പല പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ എന്നെ നിയോഗിച്ചപ്പോൾ നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്ത് അവരുടെയൊക്കെ സ്നേഹത്തിന് പാത്രീഭൂതാൻ കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ നിന്ന് ആര് വരുമ്പോൾ, കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പല ആളുകൾ വരുമ്പോഴും, കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ അവരെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ഏത് ആവശ്യത്തിന് ഡൽഹിയിൽ വന്നാലും അവരുടെ കൂടെ പോകാനും അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് നിൽക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരെ കൂടെ എനിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ നേതാക്കളുടെ കൂടെയും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ നേതാക്കളും ദേശീയ നേതാക്കളും മറ്റുള്ളവരുമായിട്ട് അടുത്തിടപഴകാനും ആ പ്രവർത്തനങ്ങൾ സജീവ സാന്നിധ്യമാകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കണ്ണൂരിലെ ഒരു നാട്ടിൻപുറത്ത് നിന്നും ഡൽഹി വരെയുള്ള ആ ഒരു യാത്ര, അത് വളരെ സുഗമമായ ഒരു യാത്ര ആയിരിക്കില്ല. അതിനുള്ളിൽ കല്ലും മുള്ളുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പാത തന്നെ ആയിരിക്കും. ആ ഒരു പറിച്ചു നടിയിൽ ചേട്ടൻ എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടത്? തീർച്ചയായും എനിക്ക് ആദ്യമൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ്. ബസ്സിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതിനുശേഷം മെല്ലനെ അതൊക്കെ ഓവർകം ചെയ്തു വന്നു. എല്ലാവരും പരിചയപ്പെടുകയും പിന്നെ ജോലിയിലും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് മറ്റൊരു മാർഗത്തിലേക്ക് പോയത്, ബിസിനസ് തലത്തിലേക്ക് മറ്റുള്ള തലത്തിലേക്ക് പോകാതെ തന്നെ അതിനെക്കൊണ്ട് ജീവിക്കാൻ പഠിച്ചു. അച്ഛൻ പറഞ്ഞു തന്ന ആ രീതിയിലൂടെ ഇല്ലായ്മ കൊണ്ട് നേരിടുമെന്ന് പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ പോലും അതിനെക്കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച എന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. പക്ഷേ ഇന്നും
യാതൊരു വിഷമമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു നെഹ്റു കുടുംബവുമായിട്ട് തന്നെ ജേട്ടന് ഒരുപാട് അടുത്ത ബന്ധമുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് രാജീവ് ഗാന്ധിയുടെ കൂടെ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ കൂടെ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കളും സോണിയാഗാന്ധി മുതൽ രാജീവ് ഗാന്ധി ഉള്ള സമയത്തൊക്കെ ഞാൻ അവിടെ പോകാറ്. കാരണം വിൻസെന്റ് ജോർജും ഞാൻ നല്ല അടുപ്പമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പരിചയം ഉണ്ടാക്കി രാജീവ് ഗാന്ധിയുമായിട്ടും പിന്നെ സോണിയാഗാന്ധിയായിട്ട് എപ്പോഴും പോകാനും അവിടുത്തെ പല പരിപാടികളിലും വിളിക്കാനും പങ്കെടുക്കാനും ഒക്കെ പോകുമ്പോൾ സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി. പിന്നെ രാഹുൽ ഗാന്ധിയായിട്ട് തീർച്ചയായും ഈ പുതിയ തലമുറയിലെ രാഹുൽ ഗാന്ധിയായിട്ടും ബന്ധം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എല്ലാ തലങ്ങളിലുള്ള ആൾക്കാരായിട്ട് എല്ലാ നേതാക്കളായിട്ടും നിരന്തരം ബന്ധപ്പെടുന്നതുകൊണ്ട് ആ ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടായിരുന്നു, ആരെയും മിസ്യൂസ് ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു തെറ്റായ വഴിയിൽ പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാവരുമായിട്ടും സഹകരിച്ച് സൗഹാർദ്ദപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ. രാഹുൽ ഗാന്ധിയുമായിട്ട് ഇത്ര അടുപ്പമുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഞാൻ വളരെ വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അങ്ങയുടെ ഒരു വിലയിരുത്തലില് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കോൺഗ്രസിന്റെ അത് എങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്? ഈ തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണോ, അതോ ജനങ്ങളുടെ ഉള്ളില് അബദ്ധവശാൽ കയറിപ്പെട്ട ഒരു വ്യക്തിത്വമാണോ? ലൈക്ക് ഒരു ശരിക്കുമുള്ള എന്താണ് രാഹുൽ ഗാന്ധി എന്ന് അത് അങ്ങയുടെ ചിന്താഗതിയിൽ എന്താണ് ശരിക്കുമുള്ള രാഹുൽ ഗാന്ധി? ഞാൻ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ആദ്യം തുടക്കത്തിലൊന്നും അദ്ദേഹത്തിന് അത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പാർട്ടിയിൽ എപ്പോൾ ഇൻവോൾവ്മെന്റ് ആകാൻ തുടങ്ങി, വളരെ ആക്റ്റീവ് ആകാൻ തുടങ്ങി, അന്ന് മുതൽ അദ്ദേഹം ശക്തമായ രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, വീണ്ടും വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം മാത്രമാണ് ശക്തമായ രീതിയിൽ. അതിന് അദ്ദേഹത്തിന് സഹായിയായി കെ.സി. വേണുഗോപാലുണ്ട്. കെ.സി. വേണുഗോപാൽ നമുക്ക് കാണാതിരുന്നുകൂടാ. കാരണം കേരളത്തിലുള്ള പല നേതാക്കളും ഡൽഹിയിൽ വന്നപ്പോഴും പലരും പല എ.കെ. ആന്റണിയും കെ. കരുണാകരനടക്കം നല്ല ഇവരുടെ ദേശീയ നേതൃത്വത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചവരാണ്. അവരൊക്കെ അംഗീകരിക്കപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഈ പുതുതലമുറയിൽ നിന്ന് കെ.സി. വേണുഗോപാൽ തൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് അവിടെ പ്രവർത്തിച്ച് വളരെ പാർട്ടിക്ക് വേണ്ടി സജീവമായി ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് കാണാതിരുന്നുകൂടാ. കാരണം അദ്ദേഹത്തിൻ്റെ ശക്തമായ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാത്രി പോലും വളരെ വൈകിയാണ് കെ.സി. വേണുഗോപാൽ ഉറങ്ങുന്നത്. അപ്പം പാർട്ടിക്ക് വേണ്ടി എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള പ്രേരണയും അതുമാത്രമല്ല അദ്ദേഹം കൊടുക്കുന്ന പല ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൽ കെ.സി. വേണുഗോപാൽ നിങ്ങൾക്കറിയാം സംസ്ഥാന തലത്തിലും പിന്നെ കെ.എസ്.സിയിലൂടെ വന്ന യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ഐഡിയ ഉണ്ടായിരിക്കും. ആ ഐഡിയ തീർച്ചയായും ഗുണപ്രദമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് BJP വന്നതിന് ശേഷം ഡൽഹിയിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ പല ആളുകളും വിശ്വസിക്കില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പലരും അറിയുമ്പോൾ പലതും ഞെട്ടുന്നുണ്ട്. ഇലക്ഷനിലെ വോട്ട് ചോരിയും EVM-ന്റെ പല കാര്യങ്ങളും അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി അവർ എല്ലാവരെയും മെരുക്കിയെടുക്കുന്ന ഒരു സ്വഭാവത്തിൽ നമുക്ക് പല EVM പിന്നെ ആളുകളെ ED അറസ്റ്റും മറ്റുള്ളതും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ തെറ്റായ കാര്യങ്ങൾ എങ്ങനെയും കണ്ടുപിടിച്ച് അതിൽ അവരെ പിന്നെ ബലിയാടാക്കിക്കൊണ്ടായിരിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. BJPയുടെ സ്ഥിതി അങ്ങനെയാണ്. അത് അറിയുന്നവർക്ക് മാത്രമേ അറിയൂ. പക്ഷെ മറ്റുള്ള പല ആളുകളും അത് വിശ്വസിക്കുന്നില്ല. പിന്നെ മതേതരത്വത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരെയും ഒന്നുമല്ലാതാക്കുന്ന ഒരു സ്വഭാവം BJP നേതൃത്വത്തിനുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പും മറ്റുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടനുഭവിച്ച കേട്ടറിഞ്ഞ പല ആളുകളാണ് നമ്മളൊക്കെ. അപ്പം അത് അതേപോലെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർ ശക്തമായിട്ട് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹത്തോടൊപ്പം കെ.സി. വേണുഗോപാലും കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു കൂട്ടുകെട്ടില് കോൺഗ്രസ് തിരിച്ച് വരും എന്നൊരു ഉറച്ച വിശ്വാസം ചേട്ടനുണ്ടോ? യഥാർത്ഥ വഴിയിൽ തെരഞ്ഞെടുപ്പ് എന്നാൽ കോൺഗ്രസ് തിരിച്ചു വരുന്നത് യാതൊരു സംശയമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് സുതാര്യമായിരിക്കണം. സുതാര്യമല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വേറെ കൃത്രിമങ്ങളിലൂടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കാൻ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യ ബോധത്തോടെ നടക്കുമെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതിൻ്റെതായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെങ്കിൽ ഒരു സംശയം വേണ്ട, കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരും എന്ന കാര്യത്തിൽ. ജേട്ടന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം ആ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ജേട്ടന്റെ ഡെഡിക്കേഷൻ എത്രമാത്രമാണ്. പക്ഷെ ഇതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്. ജേട്ടൻ എന്ന ഈ ഒരു വ്യക്തിത്വം കക്ഷി രാഷ്ട്രീയ ജാതി മത
ഭേദമന്യേ ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ നിന്നാണ് ചേട്ടൻ ഇതിന് മാത്രം സമയം കണ്ടെത്തുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇത്രയധികം സുഹൃത്തുക്കളെ ഒന്നിച്ച് കൂട്ടി നിർത്തുവാനും. അതുപോലെ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ആര് പോയാലും അവിടെ ചെന്ന് ആദ്യത്തെ ഒരു കോൾ എന്ന് പറയുന്നത് ചേട്ടന്റെ നമ്പറിലേക്കായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സഹായം, അത് ജാതി മതം രാഷ്ട്രീയം നോക്കാതെയാണ് കേട്ടോ ചേട്ടൻ സഹായിക്കുന്നത്. പല 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 ആൾക്ക് താഴേക്കിടയിലുള്ളവർ തൊട്ട് മേലേക്കിടയിലുള്ളവരുടെ ഭാഗത്തുനിന്ന് വരെ അഭിപ്രായങ്ങൾ കവർത്തിണക്കിയിട്ടാണ് ഞാനിത് വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ ചേട്ടൻ കണ്ടെത്തുന്നതും അത് നിലനിർത്തുന്നതും കൊണ്ടു നടക്കുന്നതും എങ്ങനെയാണ്? നാട്ടിൽ നിന്ന് പല ആളുകൾ ഡൽഹിയിലേക്ക് വരാറുണ്ട്. അത് ഞാൻ വരുന്ന ആളുകൾ ഇന്ന രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരനോ മതക്കാരനോ എന്ന് ഞാൻ നോക്കാറില്ല. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന മലയാളിയായി വന്നാൽ അവരെന്നോട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ അവരുടെ കൂടെ പോയി അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളൊരു ഒരു ഉത്തരവാദിത്തമാണെന്ന് കരുതിയിട്ട് അത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്ന രാഷ്ട്രീയ ബന്ധം അവൻ ഇന്ന രാഷ്ട്രീയക്കാരനെന്ന് ഞാൻ ചിന്തിക്കാറില്ല. വ്യക്തിബന്ധങ്ങൾ ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി. പക്ഷേ എൻ്റെ ആശയത്തെ ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും കോൺഗ്രസ് എന്ന് ദഹിക്കാതോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കാറില്ല. അതുമാത്രമല്ല, ആ ഐഡിയോളജി ഏത് കാലത്തും ഒന്നിച്ച് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ ഞാൻ സഹായിക്കുന്നത്. കോൺഗ്രസ്സുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് ബോധ്യം അത്തരത്തിലുള്ളതാണ്. എല്ലാവരെയും സഹായിച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഞാൻ ഡൽഹിയിൽ നടത്തുന്നത്. അത് വന്നവർക്കൊക്കെ അറിയാം. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആരൊക്കെ ഡൽഹിയിൽ നിന്നും നേതാക്കളായാലും ശരി മറ്റുള്ളവരായാലും ശരി വരുന്നവർ, അവരോടൊക്കെ ഞാൻ അതേ രീതിയിലാണ് പെരുമാറുന്നത്, സഹകരിക്കുന്നത്. അവരുടെ സഹായം ആവശ്യപ്പെട്ടല്ല ഞാൻ ചെയ്തു കൊടുക്കുന്നത്. തീർച്ചയായും നമ്പ്യാർ സാറിന്റെ മകന് ഒരുപാട് മൂല്യങ്ങൾ ചൊല്ലിക്കൊടുത്ത് വളർത്തി വലുതാക്കിയ ആ ഒരു അമ്മയുടെ മകന് ഇങ്ങനെ ആവാനേ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തിബന്ധങ്ങൾക്ക് മറ്റു പലതിനെക്കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആ ഒരു, അതുകൊണ്ട് തന്നെയാണ് ജേട്ടന്റെ ചുറ്റും ഒരു ഗ്രൂപ്പ് ഓഫ്, അത് ഞാൻ പറഞ്ഞല്ലോ, താഴേക്കിടയിലുള്ളവര് മേലേക്കിടയിൽ ഇതൊന്നുമില്ല. അവർക്ക് ഒരു വികാരമാണ്. ഡൽഹിയിൽ എത്തുന്നവർക്ക് ജേട്ടൻ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. ആ ഒരു വിളിയിൽ തന്നെ എല്ലാവരുടെയും ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലരുടെ സംസാരങ്ങൾ ഞാൻ കേട്ടത് ഫിലിം ഫീൽഡിലുള്ളവരായിക്കോട്ടെ, രാഷ്ട്രീയത്തിലുള്ളവരായിക്കോട്ടെ, അതല്ലാതെ സ്പോർട്സിലുള്ളവരായിക്കോട്ടെ, നമ്മുടെ യൂസഫ് അലി തൊട്ട് അംബാനി ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരായിക്കോട്ടെ, എല്ലാവർക്കും ജേട്ടൻ അവിടെ ഒരു സ്പേസ് ഉണ്ട് എവിടെ ചെന്നാലും, അല്ലെ? ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് ജേട്ടനിലേക്ക് എത്തിച്ചേരുന്നത്? ഇതെങ്ങനെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങളൊരു കാര്യം, നമ്മൾ ഏത് നേതാക്കളെ ബന്ധപ്പെട്ടാലും അല്ലെ വ്യവസായ രംഗത്തുള്ള പ്രമുഖരെ ബന്ധപ്പെട്ടാലും നമ്മൾ മിസ്യൂസ് ചെയ്തില്ലെങ്കിൽ അതിനെപ്പോൾ നിലനിൽപ്പുണ്ടാവും. ഞാൻ ഒരാളോടും ഒരു കാര്യവും ആവശ്യപ്പെടാറോ ഒന്നുമില്ല. അത് അത്ര വലിയ ബിസിനസ്സുകാരനായാലും ശരി, ഏത് മേഖലയിലുള്ള ആളായാലും ശരി, ഞാൻ ഇന്ന് വരെ ഒരാളോടും ഞാൻ തുറന്ന മനസ്സോടെ പറയുന്ന ഇന്നത് വേണം അല്ലെ ഇന്നത് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെ എനിക്ക് ഇന്ന് സാമ്പത്തികമായിട്ട് ഇങ്ങനെ വേണമെന്ന് ഞാൻ ഇന്ന് വരെ ഒരാളോടും ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഏത് മേഖലയിലുള്ളവരായാലും അവർ എന്നെ സമീപിക്കാറുണ്ട്. അവർ എപ്പോഴും വന്നാലും വിളിക്കും. ഒരു നേരത്തെ ഭക്ഷണം ഒന്നിച്ച് ഞങ്ങൾ കഴിക്കാറുണ്ട്, ഹോട്ടലായാലും എവിടെയായാലും. പക്ഷേ ഞാനതൊരു ആ ബന്ധങ്ങൾ ഞാൻ ഇതുവരെ ദുരുപയോഗം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവർ വീണ്ടും വീണ്ടും വരുമ്പോഴും വിളിക്കുന്നു. ആ സ്നേഹബന്ധം കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. അത് തീർച്ചയായും നമ്മള് നമ്പ്യാർ സാറിന്റെ ഒരു അനുസ്മരണ യോഗത്തിലൊക്കെ പലപ്പോഴും നമ്മൾ അവിടെ രാഷ്ട്രീയമില്ല ആളുകൾക്ക്, അല്ലെ? എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതസ്ഥരും കടന്നു വന്ന് നമ്പ്യാർ സാറിനെ പറ്റി അവിടെ വളരെ നല്ല വാക്കുകൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു ഭാഗ്യം അല്ല, അല്ലേ ചേട്ടാ? അത് വളരെ ചുരുക്കം ചിലർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ? അതായത് ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉള്ള രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളുടെ ഒരു അനുസ്മരണ യോഗത്തില് കക്ഷിരാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒത്തുചേർന്ന് അവരുടെ ഒരു എന്താ പറയുക, ഒരു പിന്തുടർച്ച പോലെ, അല്ലെ? അവർ അദ്ദേഹം കാത്തുവെച്ച മൂല്യങ്ങൾ പിന്തുടരണമെന്ന ആഗ്രഹത്തോടെ കൂടുന്ന ഒരു കൂട്ടം ആൾക്കാർ. അത് ശരിക്കും പറഞ്ഞാല് നമ്പ്യാർ സാറിനോടുള്ള ആ ഒരു ആദരവ്, ആ ഒരു സ്നേഹം, ആ ഒരു ബഹുമാനം ഇവിടേക്കും പകർന്നു കിട്ടിയിട്ടില്ലേ? തീർച്ചയായും. അച്ഛൻ്റെ അനുസ്മരണ സമ്മേളനങ്ങൾ എല്ലാ വർഷം നടക്കുമ്പോഴും പ്രമുഖ ആളുകളൊക്കെ അവിടെ വരാറുണ്ട്. സിനിമാ താരങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ രംഗത്തുള്ളവരായിക്കോട്ടെ, അതുപോലെ മന്ത്രിമാരായിക്കോട്ടെ, MLA മാരായിക്കോട്ടെ, അവരൊക്കെ പല പരിപാടികൾക്കും അവിടെ വരാറുണ്ട്. അവിടെ ഒഴുകിയെത്തുന്ന ആൾക്കാർ ഇത്രമാത്രം, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇത്രമാത്രം ആളുകൾ വരുന്നു. TK നായർ ഒരു പ്രാവശ്യം വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ 10, 200, 300 ആളെന്ന് ഇത്രയധികം ആളുകൾ ഇവിടെ വരുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് മറ്റുള്ള ചാനലുകളൊക്കെ നടന്ന പരിപാടിയിൽ വരുന്ന ആളുകളെപ്പോലെ എങ്ങനെ സാധിക്കുന്നു എന്ന് എന്നോട് TK നായർ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മബന്ധവും അത് മറ്റുള്ളവർ
ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വരുന്നത്. പിന്നെ അച്ഛനോടുള്ള താല്പര്യം. ചേട്ടൻ ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടൻ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിലാണെങ്കിൽ പോലും ആ ചട്ടക്കൂടുകളൊന്നും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും പല ഡൽഹിയിൽ ഒരു ആവശ്യം വന്നാൽ അവരാദ്യം ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? കേരളത്തിൻ്റെ പൊതുകാര്യത്തിന് ആര് സമീപിച്ചാലും ഒരുപക്ഷെ നമ്മുടെ പാർട്ടിക്ക് നിരക്കാത്തതായിരിക്കും, പക്ഷെ എങ്കിൽ പോലും പൊതുകാര്യങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമായിട്ട് എന്നെ സമീപിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനായാലും ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ അത് പുറത്തു പറയില്ലെങ്കിലും ഞാൻ പൊതുകാര്യങ്ങളാണെങ്കിൽ ഞാൻ സഹായിക്കാം, രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ പല പല ആൾക്കാർ, അത് ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിയാരം മെഡിക്കൽ കരുണാകരനുള്ള സമയത്ത് അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിരുന്നു. എം വി രാഘവൻ നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പല കാര്യങ്ങൾക്കും വേണ്ടി. അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉമ്മൻചാണ്ടി സാറുള്ള സമയത്തും കണ്ണൂർ എയർപോർട്ടിൻ്റെ കാര്യത്തിലും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന DG അവിടെയൊക്കെ ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ്റെ ഒക്കെ അടുത്ത് പോയി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അവരെ പാർട്ടി ഉണ്ടായിരുന്നു, ഗവൺമെൻറ്റിലായിരുന്നു, എങ്കിൽ പോലും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും അവർ എന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഒരു അർത്ഥത്തിൽ ഞാൻ കണ്ണൂർക്കാരനായതുകൊണ്ടും കണ്ണൂർ എയർപോർട്ട് വരേണ്ടത് അത്യാവശ്യമുള്ളതുകൊണ്ടും പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി പറഞ്ഞു, താൻ പോയി ഒന്ന് ശ്രദ്ധിക്കണം, അത് ഇന്ന ആളെ പോയി കാണണം എന്നൊക്കെ പറയുമ്പോഴും ഞാനതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന മറ്റു രാഷ്ട്രീയക്കാരിലെ ആൾക്കാരും പല പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ വരുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ സമീപിച്ചപ്പോഴും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും പൊതു കാര്യങ്ങൾ അങ്ങനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന് ഉപയോഗമുള്ളൊരു കാര്യമാണെങ്കിൽ, കേരളത്തിൻ്റെ ഒരു കാര്യമാണെങ്കിൽ ഞാനത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായും ചേട്ടാ, അതൊരു നല്ല മനസ്ഥിതി. കാരണം രാഷ്ട്രം വേറെ, രാഷ്ട്രീയം വേറെ അല്ലേ. നമ്മള് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് തന്നെ പൊതുസമൂഹത്തോടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടവരാണ്. പലപ്പോഴും പലരും അത് മറന്നു പോകുമ്പോൾ പോലും നമ്മള് രാഷ്ട്രീയം മാറി നിന്ന് ഒരു നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ചേട്ടൻ അങ്ങനെ ഒരു വ്യക്തിത്വമായതില്ല. അതുപോലെ ഞാൻ കേട്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പം ചില ഹയർ അതോറിറ്റീസിനെയൊക്കെ കാണാനായിട്ട്, ഇപ്പം മന്ത്രിമാർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഒത്തിരി ഹയർ അതോറിറ്റീസിനെ കാണാനായിട്ട് ചില സമയത്ത് സാഹചര്യം ഒരുങ്ങുന്നില്ലെങ്കിൽ ജേട്ടൻ ഒരു വാക്കില് അവർക്കത് റെഡിയാക്കി കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞു ഞാനത് കേൾക്കാറുണ്ട്. അങ്ങനെ അതിന്റെ ഒരു രഹസ്യം എന്താണ്? ഒന്നുമില്ല, UPA ഭരണകാലത്ത് എല്ലാ മന്ത്രിമാരായിട്ടും നല്ല എടുപ്പായിരുന്നു. ആ സമയങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാർ പലരും വന്നപ്പോഴും, അതൊക്കെ ഞാൻ പറയാൻ ശരിയില്ല അത് പറയുന്നത്, വന്നപ്പോഴും അവരെ കാണണം എന്ന് പറയുമ്പോഴും എങ്ങനെയെങ്കിലും അപ്പോയിൻറ്റ് വാങ്ങിച്ച് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. കാരണം ആ ബന്ധത്തിൻ്റെ പേരിലാണ് മന്ത്രിമാരായിട്ടുള്ള ബന്ധം, മറ്റു നേതാക്കളായിട്ടുള്ള ബന്ധം, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ബന്ധം ഒക്കെ കാരണം പലർക്കും അങ്ങനെ വന്നു പോകാനും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ദുരുപയോഗം ചെയ്യാറില്ല. വളരെ നല്ല രീതിയിൽ എല്ലാവരെയും കൊണ്ടുപോയി ബന്ധപ്പെടുത്തി കൊടുക്കാറുണ്ട്. അവർ ആ കാര്യങ്ങൾ നേടിപ്പോകാറുണ്ട്. ചേട്ടൻ തന്നെയല്ല, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നു കഴിയുമ്പോൾ ചേട്ടൻ തന്നെ വണ്ടി എടുത്തു പോയി അവരെ കൂട്ടി കൊണ്ടുവന്ന്, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്ന സാധാരണയായിട്ട്? തീർച്ചയായും പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, താങ്കളെപ്പോലുള്ള ഒരാൾ എന്തിനാണ് റെയിൽവേ സ്റ്റേഷൻ പോയി ഇത്രയും തിരക്കിനിടയ്ക്കും അവിടെ പോയി ഞാൻ എൻ്റെ വണ്ടി എടുത്ത് പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന പാവങ്ങളുണ്ടാവും, എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ദരിദ്രരായ ഒരു ഇന്റർവ്യൂവിനോ ഒക്കെ വരുന്നവരുണ്ടാവും. അവർക്ക് ഡൽഹിയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പം ഡൽഹി സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ പോയി അവരെയും കൂട്ടി പോകും. അപ്പോൾ എന്നോട് പല ആളുകൾ താങ്കളതിന് അവിടെ പോകേണ്ട, അവരോട് ഓട്ടോറിക്ഷ എടുത്ത് വരാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് അനുവദിക്കാറുണ്ടായിരുന്നില്ല. സാധാരണക്കാരായ ഒരാൾ, ഒന്നും അറിയാത്ത ഒരാൾ ഡൽഹി സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ഹിന്ദിയും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വരാൻ പറയാനുള്ള മനസ്സെനക്ക് ഉണ്ടായിരുന്നില്ല. അവരെയും കൂട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. പാവപ്പെട്ടവരാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തും, അല്ലെ മറ്റുള്ള കുറച്ച് കഴിവുള്ളവരാണെങ്കിൽ അവരെ ഹോട്ടലിലാക്കും. അങ്ങനെയായിരുന്നു ഞാൻ പോയിരുന്നത്. അതിൻ്റെ ഒരു ശീലമായി പോയി. അതൊക്കെ ഞാൻ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പഠിച്ചതാണ്. ഇത് ഞാൻ ഒരാളല്ല, പലരും പറഞ്ഞു കേട്ട ഒരു സത്യമാണ് കേട്ടോ. ഇങ്ങനെ ചേട്ടൻ തന്നെ എത്ര തിരക്കാണെങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി അവർ തിരിച്ച് നാട്ടിലെത്തി, സേഫായിട്ട് എത്തി എന്നൊരു ഫോൺ കിട്ടുന്നവരെ ചേട്ടൻ അവരുടെ പുറകെ തന്നെ നിൽക്കുമെന്നുള്ളത്, അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ വിശാലമായി ചിന്തിക്കുന്ന ചില ആളുകൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ, അല്ലേ? നമ്മള് ആ ഒരു ചേർത്ത് പിടിക്കൽ എല്ലാവരെ കൊണ്ടും എല്ലാവരും നമ്മള് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. കാരണം അതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. സാധാരണക്കാരനായ ആളുകൾ ഡൽഹിയിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന, അവരൊക്കെ നാട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയുമ്പം മറ്റുള്ളവർ പറഞ്ഞറിയിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. സാധാരണ പണക്കാരായാലും മറ്റുള്ളവരായാലും എയർപോർട്ടിൽ വന്ന് അവർക്ക് എങ്ങനെയും പോകാൻ പറ്റും. പക്ഷെ സാധാരണക്കാരായ ആളുകൾ ഡൽഹിയിൽ വന്ന് അവർക്ക് ആരും ഇല്ലെങ്കിൽ അവർക്ക് കൂടെ അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒട്ടനവധി. എത്രയും വർഷങ്ങളായിട്ട് പല പല ആളുകളും അതൊക്കെ അവർ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. എല്ലാവരോടും പറയാണ്ട് ഇന്നും അവർ കാണുമ്പോൾ നമ്മളോട് സ്നേഹം പങ്കിടുന്നത് ആ ഒരു രീതിയിലാണ്. തീർച്ചയായും ഇത്രയധികം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ
കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാ ചേട്ടാ? അവരുടെ സപ്പോർട്ടിലേക്ക് നമുക്ക് ഒന്നും എത്താൻ പറ്റില്ല. അപ്പൊ അവരുടെ ഓഫ് കോഴ്സ് ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നറിയാം, എങ്കിൽ പോലും എങ്ങനെയാണ് അവരുടെ ആ ഒരു ചേട്ടനോടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ? ഭാര്യ, എൻ്റെ വൈഫും മോനുമാണുള്ളത്. ഭാര്യ ഉറപ്പായും എൻ്റെ കൂടെ തന്നെ. പക്ഷെങ്കിൽ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല ഒരു കാരണം. പക്ഷെ നാട്ടിൽ നിന്ന് ആര് വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാട്ടിൽ നിന്ന് എത്ര പേര് വന്നാലും എല്ലാവർക്കും വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ പോലും ഒന്നും ഒരു വേറെ രീതിയിലേക്ക് ചിന്തിക്കാറേ ഇല്ല. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. എല്ലാവരും വരുമ്പോഴും അതിനനുസരിച്ചിട്ട് നിൽക്കും. ഒരു ഭാര്യയെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഒരു സപ്പോർട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാതെ. ഇപ്പോൾ പാവപ്പെട്ടവരാര് വരുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അതൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഒരുപക്ഷെ പലരും എന്നെക്കാൾ ഉപരി ഭാര്യയാണ് സമ്മതിക്കുന്നത്. കാരണം ഇത്രയും ചില സമയങ്ങളിൽ 10 ആൾ വരും, 15 ആളുകൾ, അവർക്കൊക്കെ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് അവർക്ക് ആ മനസ്സുള്ളത് കൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇതാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമോ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഇതിലേക്കും അവർ ശ്രദ്ധിക്കാറുമില്ല, അന്വേഷിക്കാറുമില്ല, ആ കാര്യങ്ങളിലേക്ക് പോകാറുമില്ല. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അമ്മക്ക് 97 വയസ്സുണ്ട്. 97 വയസ്സുണ്ട്. അമ്മ ഇപ്പോഴും ആക്റ്റീവാണ്. അത് ശരിയാ. അമ്മ ബാങ്കിൽ പോകും, ബാങ്കിൽ പോയി ചെക്ക് എഴുതി കൊടുക്കും. 97-ാമത്തെ വയസ്സിലും ആ ബാങ്കിൽ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് തന്നെ ഫ്ലാഗ് അറസ്റ്റ് ചെയ്തത് അമ്മയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഓൾഡ് കസ്റ്റമർ എന്ന നിലയിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യ എന്ന നിലയിലും. പക്ഷേ എല്ലാ കാര്യങ്ങളെപ്പറ്റും അപ്ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കും, അത് പറയും. കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. രാഷ്ട്രീയം വളരെ എന്നെക്കാളുപരി ശക്തമായ രീതിയിൽ അവിടെ എൻ്റെ വീട്ടിൽ എല്ലാ പാർട്ടിക്കാരും വരും. പ്രത്യേകിച്ച് ആ CPM ഏറിയാണ്. അപ്പൊ അവരോടൊക്കെ മുഖത്ത് നോക്കി പറയും. പക്ഷെ അവർക്കത് ഇഷ്ടമാണ്. അവരെ അമ്മയുടെ നിന്ന് കേൾക്കുമ്പോഴും മിണ്ടാതിരിക്കും. അവർ പറയും, അമ്മ ഇത്രയും അപ്ഡേറ്റ് ആയിട്ട്. അവർക്ക് പോലും മറുപടി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ക്രിക്കറ്റ് കാണും അമ്മ. ക്രിക്കറ്റ് എല്ലാ കളിക്കാരും അറിയാം, എത്ര റൺസ് എടുത്ത് എത്ര ഇതെടുത്തു, നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പോലും എനിക്ക് പോലും കളിക്കാരെ അറിയില്ല. ക്രിക്കറ്റിൽ അത്ര ഞാൻ താല്പര്യമുള്ളത്. പക്ഷെ അമ്മ ക്രിക്കറ്റ് കാണും, മറ്റുള്ള വാർത്തകൾ കൃത്യമായി കേൾക്കും. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. തെറ്റേത് ശരിയെന്ന് പറയും. 97 വയസ്സുള്ള അമ്മയെ പറ്റിയാണ് ഈ പറയുന്നത്. ഒരു മാതൃക തന്നെയാണ് അമ്മ. അമ്മയ്ക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു വലിയ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചേട്ടാ, ഞാൻ അടുത്ത ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത്രയും നീണ്ട വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ് ചേട്ടൻ. ചേട്ടൻ പുസ്തകം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? എനിക്ക് എഴുതാനുള്ള ചില കഴിവുകളൊക്കെ ഉണ്ട്. അപ്പൊ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് പുസ്തകം? എൻ്റെ എഴുത്തുകളിലൂടെ അവർ കണ്ടിട്ട് പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതിക്കൂടാ? അപ്പൊ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എൻ്റെ അനുഭവകഥയാണെങ്കിലും എനിക്ക് എഴുതണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ സമയക്കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എവിടെ പോയാലും എപ്പോഴും തിരക്ക്, നാട്ടിൽ പോയാലും അവിടെ തിരക്ക്. ഡൽഹിയിലാണെങ്കിൽ പല ആളുകളും വന്നും പോയി കൊണ്ടിരിക്കുന്ന പല പരിപാടികൾ. അപ്പൊ ആ ഒരു തിരക്കിനിടയിൽ സമയം കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് എഴുതാനുള്ള മനസ്സുണ്ട്, എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഏതെങ്കിലും വരും സമയങ്ങളിൽ ഞാൻ എഴുതും. ഇപ്പോഴും നാട്ടിൻപുറമായിട്ടുള്ള ഇപ്പൊ നാട്ടിൻപുറങ്ങളൊക്കെ ഇപ്പൊ മാറിയല്ലേ? അതൊക്കെ നമ്മളുടെ ഒരു ഗൃഹാതുരത്വം മാത്രമാണ്. നാട്ടിൻപുറം എന്നൊക്കെയുള്ള ഒരു നാട്ടിൻപുറങ്ങളൊന്നും ഇപ്പം ഇല്ല. എങ്കിൽ പോലും നാടുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും അത്രമേൽ ശക്തം തന്നെയാണോ ചേട്ടാ? ശക്തമായിട്ട് പോകുന്നത്. ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ പഴയ ആളുകളൊക്കെ കാണുമ്പോൾ, ഞാൻ വണ്ടിയിൽ വരുമ്പോൾ പഴയ ആളുകളൊക്കെ നടന്നു വരുമ്പോൾ ഞാൻ അവരെ വണ്ടി കയറ്റിയിട്ട് പോകും. ഞാൻ ഒരാളെയും പിന്നെ ഇപ്പൊ പലപ്പോഴും കണ്ടിട്ട് കാണാതെ പോകാൻ അടിച്ച് ഞാൻ പോകാറില്ല. കണ്ടില്ല, അവിടെ നിർത്തി കുശല പറഞ്ഞ് അതിനുശേഷം അവർ ആ വഴിക്കാണ് പോകുന്നെങ്കിൽ അവരെയും എൻ്റെ വണ്ടി കയറ്റിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരൻ. ഞാൻ ഒരാളെ കണ്ടിട്ട് കാണാതെ പോലെ നടിച്ചു പോകുന്ന ഒരാളല്ല. പലപ്പോഴും തിരക്കുണ്ടായിരിക്കും, എങ്കിൽ പോലും ഒരു വാക്ക് പറഞ്ഞു അവരോട് സംസാരിച്ചിട്ട് മാത്രമേ ഞാൻ പോകാറ്. എൻ്റെ നാട്ടിലെ കൂടി പോകുമ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജേട്ടൻ ഇത്ര ഓപ്പൺ അപ്പ് ആയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്നു, എന്ത് സഹായം ആര് ചോദിച്ചാലും ചെയ്തു കൊടുക്കുന്നു. ജേട്ടന്റെ ഈ ഒരു സ്വഭാവ സവിശേഷത മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ പല ആളുകളും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ പേര് പറഞ്ഞിട്ട് പല സ്ഥലത്തും പോകുന്നു എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറയാതെ കാര്യങ്ങൾ വീട്ടിൽ ഞാൻ ജയരാജേട്ടൻ പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ നേടാൻ പലപ്പോഴും പിന്നെ ഞാൻ അറിയാതെ ഇന്ന ആള് വന്നിട്ടായിരുന്നു നിങ്ങൾ പറഞ്ഞേച്ചെന്ന് പറഞ്ഞിട്ട് നോക്കുക. അതൊരു ഭാഗമാണ് ഇതിന്റെ. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെപ്പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാരണവശാലും ഒരു തെറ്റായ വഴിയിലേക്ക് ഞാൻ ഒരാളെയും, ഒരു കാര്യം എനിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വേറൊരാളൊക്കെ കൂട്ടി പോകാറുള്ളൂ. അല്ല വേറെ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ കൂട്ടി പോവുകയോ അത് മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യോ എൻ്റെ സ്വഭാവമല്ല. ഇന്ന് വരെ നിലനിർത്തി പോകുന്നൊരു ഇതാണ്. അത് ചേട്ടനെ ചുറ്റി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ചേട്ടന്റെ ജീവിതത്തിൽ
ഒളിച്ചു വെക്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, എല്ലാവരും തുറന്ന പുസ്തകമായിട്ട് രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ചേട്ടൻ ഇപ്പൊ ദുബായില് കുറച്ച് ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ? എന്നാ തിരിച്ചു പോകുന്നത്? നാളെ തിരിച്ചു പോകും. അപ്പം ഈ കുറഞ്ഞ സമയം ഇത്രയും തിരക്കിനിടയ്ക്ക് പോലും നമ്മളിടയ്ക്ക് വരുവാനും ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുവാനും ഒക്കെ സാഹചര്യം കാണിച്ചു. ഇപ്പോഴും ആ ഒരു നാട്ടിൻപുറത്തിന്റെ നന്മകള് ഉള്ളിൽ സൂക്ഷിക്കുന്ന അല്ലെ, ആ ഡൽഹി പോലൊരു ആ ഒരു വിശാലമായ ഒരു രാജ്യത്ത് പോയി താമസിച്ചിട്ട് പോലും ആ നാട്ടിൻപുറത്തിന്റെ നന്മകൾ ഇപ്പോഴും കൈവിടാതെ സുഹൃത്ത് ബന്ധങ്ങള് ചേർത്ത് പിടിച്ച്, സൗഹൃദങ്ങളെ ചേർത്ത് പിടിച്ച്, അവർക്ക് വേണ്ടുന്ന മൂല്യങ്ങൾ കൽപ്പിച്ച് തന്നിലേക്ക് വരുന്ന എല്ലാവരെയും വിശാല ഹൃദയത്തോടെ സഹായിച്ച് മുന്നേറുന്ന ജയേട്ടന് എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരെയും മറന്നു പോകാറില്ല. ഇപ്പം അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരും ഒക്കെ ഞാൻ എന്നും ഓർക്കാറുണ്ട്. അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ, ചെറുപ്പകാലങ്ങളിലുള്ള സുഹൃത്തുക്കൾ, ഞാൻ ബന്ധപ്പെട്ട ആളുകൾ, ആരെയും ഞാൻ മറക്കാറില്ല. എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിച്ചിട്ടാണ് പോകുന്നത്. പല അവസരങ്ങളിലും അവരൊക്കെ മനസ്സിൽ ഓർക്കാറുണ്ട്. നേരിട്ട് എപ്പോഴും പോയി കാണാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരെയും, പല സുഹൃത്തുക്കളും, പല ആളുകളെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള അഖിൽ പോലും, ഇപ്പം എൻ്റെ കൂടെ വന്ന അഖിൽ പോലും, അവരെ പോലും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആ സ്നേഹം അവരും തിരിച്ചു കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അഖിൽ മാത്രമല്ല കുറേ പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ എന്നോട് ആ സ്നേഹം കാണിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ ചിലർ തിരക്കൊണ്ടായിരിക്കാം, മറന്നുപോകും. പക്ഷെ എങ്കിൽ പോലും ഞാൻ എല്ലാവരെയും എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കാറുണ്ട്. അതിൽ വേറെ ഒരു രാഷ്ട്രീയവും ഇല്ല, മറ്റുള്ള കാഴ്ചപ്പാടുകളൊന്നും എനിക്കില്ല. എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഇവിടെ ഈ ചാനലിൽ തന്നെ ഇതേപോലുള്ളൊരു ഇൻ്റർവ്യൂവിനെ വിളിച്ചതിന് നിങ്ങളോടെല്ലാവരുടെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. നല്ലത് വരട്ടെ, നന്മയുണ്ടാവട്ടെ. നന്ദി.